പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പയർ വലിച്ചിട്ട് വന്നത് ഇതാ, പയർ അങ്ങനെ ഉണങ്ങി വൃത്തായി. വെയിൽ നോമ്പ് കാരണം വെയിലത്ത് വയ്ക്കാൻ പോകണ്ടേ. വൃത്തായി ഉണങ്ങി ഉണങ്ങിയിട്ട് ഇതെടുത്ത് ഇത് വേണ്ട, ഇതുണ്ടോ നല്ല വലിയ വലിയ പയർ ഉണ്ടോ, വലിയ വലിയ പയർ. ഇത് ഉണക്കി തൊരിച്ച് രാത്രിയിലാക്കി വെച്ചാൽ നമുക്ക് വേണം പറയുമ്പോൾ കറി വയ്ക്കാം. മത്തനുണ്ട്, മത്തനും വെള്ളപ്പയറും കൂടിയിട്ട് കറി വെച്ചാൽ നന്നായിട്ടുണ്ടാവും. ഉണങ്ങി പയർ കണ്ടില്ലേ, ഇപ്പോൾ വൃത്തായി. ഇപ്പം അടുത്ത പോലത്തേക്ക് വൃത്തുമായി. നമുക്ക് ഉണക്കി തൊലിച്ച് മണിയെടുത്ത വെള്ളപ്പയറും മത്തനും കൂടെ കറിയും വയ്ക്കാം. എന്താ പയർ എത്ര വലിയ പയർ കണ്ടില്ല, ഇതാ വലിയ വലിയ പയർ. ഇതാണ് അന്ന് ചാരമൊക്കെ ഇട്ട് വളർത്തിയത്. വലിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വെയിൽ, നല്ല വെയിൽ, ഓർമ്മ പിടിച്ചിട്ട് വെയിൽ കൊള്ളാൻ പറ്റില്ല. അങ്ങനെ വലിക്കുമ്പോൾ വീഡിയോ എടുക്കാണ്ടായത്. കുറച്ച് മണിയെടുത്തിട്ട് ഈ മണി കുറച്ച് പൈരുമണി എടുത്തിട്ട് പൈരുമണിയിൽ ഒരു ഉള്ളി, തക്കാളി ഇട്ട് മസാലയൊക്കെ അരച്ചിട്ട് ഇറച്ചി വയ്ക്കും പോലെ, ചിക്കൻ വയ്ക്കും പോലെ വെച്ചാൽ നന്നായിട്ടുണ്ടാവും. ഒരു തക്കാളി മാത്രം ഇടാൻ പറ്റുള്ളൂ, വേറൊന്നും പറ്റുക. ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് വെച്ചാൽ നന്നായിട്ടുണ്ടാവും. ഇങ്ങനെ വെച്ച് കാണാൻ നന്നായിട്ടുണ്ടാവും. ഇതൊരു ദിവസം ചിക്കൻ കറി വയ്ക്കും പോലെ വയ്ക്കാം. ഇത് ഒരു ദിവസം പേര് വയ്ക്കാം. ഉണക്കപ്പയർ ഒരു ദിവസം പിന്നെ മത്തനിട്ടിട്ട് വയ്ക്കാം. നമ്മൾ കഷ്ടപ്പെട്ടാലും 3 ദിവസത്തേക്കുള്ള ഇതാണ്. ഫ്രിഡ്ജിനുള്ളിൽ കൊണ്ടിങ്ങനെ വയ്ക്കും. അങ്ങനെ വെച്ചാൽ ഇത് ഇന്ന് വൈകുന്നേരത്തേക്ക് ഇത് വയ്ക്കും, നാളെ ഇത് വയ്ക്കും, മറ്റന്നാൾ അപ്പോഴേക്കും അത് ഉണങ്ങുമല്ലോ. അതിന് തൊലിച്ചിട്ട് അതിന് മണിയെടുത്തിട്ട് മത്തനും വെള്ളപ്പയറും കൂടി ഒരു ദിവസം വയ്ക്കും.